നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുനർജന്മത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. എത്ര പേര് ഈ കാലഘട്ടത്തിൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് നോക്കാം. കാരണം ഇപ്പോൾ എല്ലാവർക്കും സയൻസാണെല്ലാം. സയൻസ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, സയൻസ് പറഞ്ഞില്ലെങ്കിൽ ഇല്ല. എങ്കിൽ സയൻസ് എന്താണ്? ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇങ്ങനെ സയൻസ് മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ സയൻസിനറിയാത്ത, സയൻസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് കാണില്ലേ? പണ്ട് ഈ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സയൻസ് പറഞ്ഞിരുന്നപ്പോൾ പോലും നമ്മളുടെ വേദങ്ങളിൽ നവഗ്രഹങ്ങളെ പറ്റിയും സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്കറിയില്ല. വളരെ വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണത്. നമ്മൾ ഇത്രയും വലിയൊരു സംസ്കാരമുള്ളൊരു രാജ്യത്ത് ജീവിച്ചിട്ട് നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് എപ്പോഴോ എവിടെയോ ഇംഗ്ലീഷുകാരൊക്കെ പറഞ്ഞ കുറച്ച് നിയമങ്ങളൊക്കെ മാത്രം അവർ പറഞ്ഞു, ഇന്നതൊക്കെയാണ്, സൂര്യനുണ്ട് എന്നവർ പറഞ്ഞപ്പോഴൊക്കെ സൂര്യനുണ്ട്. അതൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചേക്കുന്നത്. നമ്മളുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, നമുക്കൊട്ട് അറിയത്തും ഇല്ലതാണ്. ഇപ്പോൾ മുത്തശ്ശിമാരായിരിക്കുന്ന ജനറേഷന് പോലും മിക്കവാറും പുരാണ കഥകളോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ അറിയില്ലായിരിക്കാം. ഒരു 50% അറിയുള്ളൂ. ഇപ്പോൾ അമ്മമാരായിരിക്കുന്നവർ, അവർക്കതിൻ്റെ ഒരു 30% അറിയത്തുള്ളൂ. അവരുടെയൊക്കെ മക്കൾക്കോ 5% അറിയാം. ഇവർക്കിനി മക്കളാകുമ്പോഴോ ഒന്നും അറിയില്ല, അല്ലേ? പക്ഷെ അപ്പോഴും വേറിട്ട് നിൽക്കുന്ന കുറച്ച് പേര് കാണും. സന്യാസം അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഉള്ള ലൈഫിലേക്ക് ദൈവവിളി കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ പോകുന്ന ആളുകളിലേക്ക്, കുറച്ച് പേരിലേക്ക് മാത്രം ഈ വിദ്യ ഒതുങ്ങി നിൽക്കും. പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. പണ്ട് കാലങ്ങളിലും എല്ലാവർക്കും ഒന്നും ഈ വേദങ്ങൾ അറിയുവാനോ വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അവകാശമില്ലായിരുന്നു. അതിനർത്ഥം എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല എന്നതായിരുന്നു. ഇതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയും. വേദങ്ങൾ, ഗ്രന്ഥങ്ങൾ എല്ലാം അങ്ങനെയാണ്. ഒന്നും ഡയറക്റ്റായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഗീത വായിച്ചു നോക്കിയാൽ ഗീതയ്ക്കകത്ത് എന്താണ് പറയുന്നത്? ഒന്നും ഡയറക്റ്റായിട്ട് പറയുന്നില്ല. എല്ലാം യുദ്ധങ്ങളിൽ, ആ യുദ്ധത്തിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ ആത്മീയ തലത്തിൽ വേറെ പല അർത്ഥങ്ങളുമാണുള്ളത്. ആ ഒരു അർത്ഥത്തിനെ കണ്ടെത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ ആത്മാവിന് മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ആ വരികൾക്കപ്പുറമുള്ളതിനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ആത്മാവിനെ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ആത്മാവ് അതിനും തക്ക പ്രാപ്തമാണ്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളതാണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്കത്, ആ വിവരങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. പണ്ട് കാലത്ത് എല്ലാവർക്കും ഗ്രന്ഥങ്ങളോ വേദങ്ങളോ ഒക്കെ ആക്സസ്, അല്ലെങ്കിൽ അവർക്കതൊന്നും വായിക്കാൻ കൊടുത്തിരുന്നാൽ തന്നെ എത്ര പേർക്കത് മനസ്സിലാകുമായിരുന്നു? ചിന്തിച്ചു നോക്കിയേ. ഇപ്പം നമുക്ക് ഗൂഗിളിലെല്ലാം കിട്ടും. എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക്, ശിവപുരാണമാണോ, എല്ലാം കിട്ടും. നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിൽ കിട്ടും, തർജ്ജിമകളിൽ. നിങ്ങളെന്താണ് വായിക്കാത്തത്? ആരെങ്കിലും സെർച്ച് ചെയ്ത് വായിച്ചിട്ടുണ്ടോ? ആരും വായിക്കില്ല, ആരും മെനക്കെടില്ല. കാരണം ചിലപ്പോൾ ആദ്യം പറയുന്നതായിരിക്കത്തില്ല രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ഇതെന്താണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഒന്ന് പറയുന്നു, രണ്ടാമത് വേറെ എന്തൊക്കെയോ പറയുന്നു, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തതാണ് മൂന്നാമത് പറയുന്നത്. പക്ഷേ അതിലൂടെ ശാന്തമായി നമ്മളുടെ വരികൾക്കിടയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആത്മാവിലെത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഐഡിയകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എത്തുകയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ
എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ പോകുന്നില്ല. മനസ്സിലാകാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് വളരെയധികം സ്പിരിച്വലി അല്ലെങ്കിൽ ദൈവികമായ ഒരു തലത്തിലേക്കുള്ള എത്തിപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. വെറുതെ നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ആകില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുക. എന്താണ് നിങ്ങൾക്കത് കേട്ടിട്ട് മനസ്സിലായത്? നിങ്ങൾ പറയുന്ന ഒരു ഐഡിയ, നിങ്ങൾക്ക് മനസ്സിലായ ഐഡിയ ആയിരിക്കത്തില്ല വേറൊരാൾക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആ ഒരു ഐഡിയകൾ പറയുമ്പോഴായിരിക്കും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തലങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ലേ. നമുക്ക് സ്പിരിച്വലി ഇവോൾവ് ആകണം, സ്പിരിച്വലി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്ന് കുറച്ച് ഇതേപോലെ വീഡിയോസൊക്കെ കേട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ഐഡിയകളെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നിങ്ങൾ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെ മനസ്സിലാകുന്നവർ കുറവായിരിക്കും. കുറേ പേര് നിങ്ങൾക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞു തന്നിരിക്കും. നമ്മൾക്ക് മനസ്സിലാവാത്തതിനെ നമ്മളെപ്പോഴും അബ്നോർമലായിട്ടും നമ്മൾ മാനസിക രോഗമായിട്ടും ഒക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അത് ഒരു സൈഡിൽ കൂടെ നിങ്ങളതൊരു ഇഗ്നോർ ചെയ്യുക. കാരണം നിങ്ങളുടെ ആത്മാവിൻ്റെ യാത്രയിലേക്കാണ്. നിങ്ങളുടെ ആത്മാവ് ഞാൻ എന്താണോ എന്നറിയാനുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ലൗകികമായ ലോകത്തിൽ ജീവിക്കുന്നവർ, ലൗകികതയിൽ മാത്രം ജീവിക്കുന്നവർക്ക് നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. അതേസമയം നിങ്ങൾ സ്പിരിച്വലി ഇരിക്കുന്ന വ്യക്തികൾ ലൗകികതയിൽ മാത്രം ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾക്കും തോന്നും. അത് നോർമലായൊരു കാര്യമാണ്. അപ്പോൾ പുനർജന്മത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. പുനർജന്മം, നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴിരിക്കുന്ന ഈ ശരീരം, ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ പവർ അറിയാമോ? ഞാൻ ഏത് കുടുംബത്തിലുള്ളയാണെന്നറിയാമോ? ഞാൻ ഏത് ജാതിയിലുള്ളതാണെന്നറിയാമോ? എന്താണ് എന്ത് കാര്യം? ഇതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ളൊരു വീട്ടിൽ ജനിച്ചോ, അല്ലെങ്കിൽ ജാതിപരമായ ഉന്നതിയിലുള്ളൊരു വീട്ടിൽ ജനിച്ചോ, അടുത്ത ജന്മത്തിൽ നിങ്ങൾ എവിടെ ജനിക്കുന്നു എന്നറിയില്ല. ഒരു കീടാണുവായിരിക്കാം, ചിലപ്പോൾ ഒരു വേസ്റ്റിൽ ജീവിക്കുന്ന ഒരു പുഴുവായിരിക്കാം. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ആത്മാവ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തതാണ്. നിങ്ങളീ പറയുന്ന ജാതിയുടെയോ നിങ്ങളീ പറയുന്ന സമ്പത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ്റെയോ ഒന്നും ഒരു ബന്ധമില്ലാത്തതാണ് നിങ്ങളുടെ ആത്മാവ്. ഓരോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ആത്മാക്കൾ ഇങ്ങനെ പുനർജനിച്ചു കൊണ്ടേയിരിക്കും.